പലരും വിചാരിച്ചത് സക്കാത്ത് കൊടുക്കണമെങ്കിൽ വലിയ സമ്പന്നനാകണം എന്നാണ്, വലിയ മുതലാളിയാകണം എന്നാണ്. 590 ഗ്രാം വെള്ളി, 590 ഗ്രാം സിൽവർ ജ്വല്ലറികളിൽ പോയി അന്വേഷിക്ക് എന്താ ഇന്നത്തെ അതിന്റെ മാർക്കറ്റ് റേറ്റ് എന്ന്. ആ മാർക്കറ്റ് റേറ്റിന് തുല്യമായ ഇന്ത്യൻ രൂപ, നമ്മൾ ഇന്ത്യയിൽ നിന്നുകൊണ്ടാണല്ലോ സംസാരിക്കുന്നത്, ഇന്ത്യൻ രൂപ ഒരാളുടെ കയ്യിൽ അയാളുടെ നിത്യജീവിതത്തിന്റെ ചെലവുകൾ കഴിച്ച് ഒരു കൊല്ലത്തിൽ മിച്ചമുണ്ടെങ്കിൽ അതിന്റെ 2.5% അയാൾ സക്കാത്ത് കൊടുത്തേ പറ്റൂ. അയാളുടേതല്ല ആ മുതൽ, അത് പാവങ്ങളുടെ അവകാശമാണ്. അവന്റെ സമ്പത്തിലെ ചെളിയും അഴുക്കും മാലിന്യവുമാണത്. അത് പുറത്തു കളയാതെ, അത് മറ്റുള്ളവർക്ക്, അവകാശികൾക്ക് കൊടുത്തു വീട്ടാതെ ആ സമ്പത്ത് കൂട്ടിക്കലർത്തിയ മുതലുകൊണ്ടാണ് ഞാൻ വസ്ത്രം ധരിക്കുന്നതെങ്കിൽ, ഞാൻ ഭക്ഷണം കഴിക്കുന്നതെങ്കിൽ, ഞാൻ താമസിക്കുന്നതെങ്കിൽ എന്റെ ദുആ പോലും അല്ലാഹു ഖബൂലാക്കുകയില്ല, എന്റെ പ്രാർത്ഥന പോലും അല്ലാഹു സ്വീകരിക്കുകയില്ല. വളരെ ഗൗരവത്തോടെ ഇസ്ലാം പറഞ്ഞതാണ്. എന്തൊക്കെ ന്യായങ്ങളും ദുന്യാവിൽ നമുക്ക് പറയാനുണ്ടാകും. ആ ന്യായങ്ങളൊക്കെ നമ്മളൊരു കടലാസ് എടുത്ത് നോട്ട് ചെയ്യണം. ഞാൻ എന്തുകൊണ്ടാ സക്കാത്ത് കൊടുക്കാത്തത്? ഒരു പേപ്പർ എടുത്തോളൂ, ഒരു പേന എടുത്തോളൂ, എഴുതി വെക്ക്, എന്താ ഞാൻ സക്കാത്ത് കൊടുക്കാത്തത്? അപ്പൊ പല ഉത്തരങ്ങൾ വരും. ഞാൻ അതിനായിട്ടില്ല, അല്ലെങ്കിൽ എനിക്ക് പല പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ എഴുതി വെക്ക്. ആ എഴുതി വെച്ചിട്ട് ചിന്തിക്ക, ഇന്ന് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ റബ്ബിന്റെ മുമ്പിലേക്ക് ഞാൻ ഒറ്റക്ക. എന്റെ റബ്ബനോട് നീ എന്തുകൊണ്ട് സക്കാത്ത് കൊടുത്തില്ല എന്ന് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞാൽ വിലപ്പോകുന്ന ന്യായങ്ങളാണോ എനിക്ക് പറയാനുള്ളത് എങ്കിൽ ഒന്നും പേടിക്കേണ്ടതില്ല. നേരെ മറിച്ച് ഇവിടെ പലരുടെയും മുമ്പിൽ പറഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി പലതും പറഞ്ഞ് മനസ്സിനെ സ്വയം സമാധാനിപ്പിച്ച് ശൈത്താൻ ഓതിക്കൊടുത്ത ചില കാരണങ്ങളും മനസ്സിലങ്ങനെ മരിക്കുവോളം കൊണ്ടു നടന്നിട്ടാണ് സക്കാത്ത് കൊടുക്കാതെ ഏതെങ്കിലും ആണോ പെണ്ണോ ജീവിച്ച് മരിച്ചു പോയതെങ്കിൽ പരലോക കോടതിയിൽ രക്ഷപ്പെടില്ല. അപ്പൊ സക്കാത്ത് കൊടുക്കണമെങ്കിൽ തന്റെ മുതലാണ് വീശുന്നാണ് പോകുമ്പോ കുറച്ച് വേദന ഉണ്ടാകും. ആ വേദന സഹിക്കാനുള്ള കഴിവുള്ളവർക്ക് അത് കൊടുക്കാൻ കഴിയും. ശൈത്താൻ പറയും കൊടുത്തു പോകരുത്, കുറഞ്ഞു പോകും. അല്ലാഹ് പറയുന്നു കൊടുത്തോ, കൊടുത്താലേ വർദ്ധിക്കൂ, കൊടുത്തില്ലെങ്കിലാണ് നശിക്കുക. ഏതാണ് വിശ്വാസി സ്വീകരിക്കേണ്ടത്? ഈമാനുള്ളവർ റബ്ബിന്റെ ഓഫർ സ്വീകരിക്കും, ഈമാൻ ഇല്ലാത്തവർ ചെകുത്താന്റെ ഓഫറിൽ വീണുപോകും. ഗൗരവത്തോടെ ചിന്തിക്കുക.